തൃശൂർ ചേർപ്പിൽ ഗുണ്ടാസംഘത്തിന്റെ അറസ്റ്റിന് പിന്നാലെ നിർണായക വിവരങ്ങൾ പുറത്ത്. ഗുണ്ടാസംഘം ഒത്തുചേർന്നത് കൊടകര മോഡൽ കുഴൽപ്പണവേട്ടയ്ക്കെന്ന നിഗമനത്തിൽ പോലീസ്. ഹൈവേ റോബറിയായിരുന്നു ലക്ഷ്യമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൊടകര കുഴൽപ്പണ കേസ് പ്രതികളായ മാർട്ടിനും ഷാഹീനും അടക്കമുള്ള സംഘത്തെ മറ്റൊരാൾ നിയന്ത്രിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം. മാരകായുധങ്ങളും കുരുമുളക് മുളക് പൊടികളും പ്രതികളുടെ വാഹനത്തിൽ സൂക്ഷിച്ചത് കവർച്ച ലക്ഷ്യമിട്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തൽ. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത അന്വേഷണ സംഘം വിപുലപ്പെടുത്തി തൃശൂർ റൂറൽ പോലീസ്. ലെവിൻ കെ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ലെവിൻ, എന്തൊക്കെയാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്ന കാര്യങ്ങൾ? സംഗീത, അന്വേഷണം തുടരുകയാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ 34 അംഗ ഗുണ്ടാ സംഘത്തെ 100-ലധികം കേസുകളിൽ പ്രതികളായ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരടക്കമുള്ള 34 അംഗ ഗുണ്ടാ സംഘത്തെ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് രാത്രിയാണ് പോലീസ് വളഞ്ഞിട്ട് ഈ ചേർപ്പ് പനംകുളത്തെ വീട്ടിൽ വളഞ്ഞിട്ട് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരിൽ നിന്നും നടത്തിയ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഈ നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഗുണ്ടകൾ വിവിധ സ്ഥലങ്ങളിൽ ഒത്തുചേർന്ന് ഒരേ നാട്ടിൽ അല്ലാത്ത ആളുകൾ, തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ പ്രതികളായ ആളുകൾ ഇത്തരത്തിൽ ഒത്തുചേർന്ന് വലിയ കവർച്ചയ്ക്ക് ലക്ഷ്യമിടുന്നു എന്നുള്ള സൂചന പോലീസിന് രഹസ്യാന്വേഷണത്തിലൂടെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിരീക്ഷണം ആരംഭിച്ചു. 3-ാം ദിവസം ചേർപ്പ് പനംകുളത്തെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ ഗുണ്ടാ സംഘത്തെ പിടികൂടുന്നത്. 34 അംഗ സംഘമായിരുന്നു. കൊടകര കുഴൽപ്പണക്കേസ് പ്രതികളായിട്ടുള്ള മാർട്ടിൻ, ഷാഹിൻ തുടങ്ങിയവരടക്കമുള്ള ആളുകളാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നത്. കൊലപാതകം, ബലാത്സംഗം, കവർച്ച തുടങ്ങിയ കേസുകളിൽ പ്രതികളായിട്ടുള്ള മറ്റ് നിരവധി പേരും ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. പോലീസ് തോക്കുകളും മറ്റുമൊക്കെയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീട് വളഞ്ഞാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരിൽ നിന്ന് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈവേ റോബറിയാണ് പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നത്. നാഷണൽ ഹൈവേയിലായി കുഴൽപ്പണം എത്തുന്നുണ്ടെന്നുള്ള വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിൽ ഒത്തുചേർന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നത്. ഇവരുടെ വാഹനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തുറന്നു വെച്ച നിലയിൽ മുളക് പൊടി പാക്കറ്റുകളും കുരുമുളക് പെപ്പർ സ്പ്രേകളും മാരകായുധങ്ങളും വാളും ഇരുമ്പ് വടികളും മരവടികളും അടക്കമുള്ള ആയുധങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നത്. ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് ഓപ്പറേഷൻ പാളിയാൽ മറ്റൊരു സ്ഥലത്ത് അത് ആവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രതികൾ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയിരുന്നതായാണ് അന്വേഷണ സംഘത്തിൻ്റെതായിട്ടുള്ള നിലവിലെ നിഗമനം. അതോടൊപ്പം തന്നെ ഈ സംഘത്തെ 34 അംഗ സംഘത്തെയും നിയന്ത്രിക്കാൻ മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് കൊടകര കുഴൽപ്പണക്കേസ് ഉണ്ടാകുന്നത്. മംഗലാപുരത്തു നിന്നും എത്തിച്ച പണം BJP ഓഫീസിലേക്ക് എത്തിച്ചെന്നും അവിടെ നിന്നും മറ്റ് ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണ്ടാ സംഘം വളഞ്ഞ് ഈ വാഹനത്തെ ആക്രമിക്കുകയും പണം കവർന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് ഏറെ അന്വേഷണങ്ങൾക്ക് കാരണമായിരുന്നു. ED, BJP പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഈ കേസിൽ പ്രതികളാണ്. K. സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ ആരോപണ വിധേയനായിരുന്നു. അതിന് സമാനമായ സംഭവം ഇത്തവണയും ആവർത്തിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരത്തിൽ നിന്നും ലഭ്യമാകുന്നത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നതിനപ്പുറത്ത് കുഴൽപ്പണം കേരളത്തിലേക്ക് എത്തുന്നു. ആ കുഴൽപ്പണം എത്തുമ്പോൾ അത് എത്തിക്കുന്ന വാഹനത്തെ ആക്രമിച്ച് ഇത്തരത്തിൽ പണം കവർന്ന് രക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ് ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ ശ്രമിച്ചത് എന്നുള്ള നിലയിലാണ് ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ അന്വേഷണം വളരെ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അസ്വാഭാവികമായിട്ടുള്ള ഗുണ്ടാ സംഘത്തിന്റെ ഒത്തുചേരലാണ്. നമ്മൾ കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ചില ഗുണ്ടകൾ ഒത്തുചേർന്ന് ബർത്ത്ഡേ പാർട്ടികൾ മറ്റും നടത്തുന്നത് പല തവണ വാർത്തകളായി വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സംഭവമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുള്ള നിലയിലാണ് പോലീസിന്റെ ഈ ഘട്ടത്തിലുള്ള നിഗമനവും അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. ഒരേ സ്ഥലത്ത് ഒന്നിലധികം കേസുകളിൽ പ്രതികളായിട്ടുള്ള 34 പേർ ഒത്തുകൂടുന്നത് അത് മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ്. അത് മറ്റൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഘട്ടത്തിലെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ 34 ആളുകളുടെയും ഫോണ് കസ്റ്റഡിയിൽ എടുക്കുകയും അതനുസരിച്ചുള്ള തുടരന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. നിലവിൽ ഇരിങ്ങാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-മാർക്കൊപ്പം തന്നെ ഷാഡോ പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും വിശദമായ അന്വേഷണം തന്നെ ആവശ്യമുള്ള കാര്യമാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ